മഞ്ചാടിക്ക് വേണ്ടി അച്ഛൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തില്ലേ? അവള് മനസ്സ് മാറി തിരിച്ചു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാനേ പറ്റൂ. അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല അമ്പിളി. എന്റെ മോളെ എനിക്ക് സന്തോഷത്തോടെ കാണണമെന്നുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരണം. ജീവൻ, അവളുടെ പ്രതീക്ഷ അവൻ തിരിച്ചു വരുമെന്ന് തന്നെ. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനും ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതേ, എല്ലാവരുടെയും കാര്യങ്ങൾക്ക് അച്ഛൻ ഓടിച്ചെന്ന് പറ്റാവുന്നതൊക്കെ ചെയ്തു. എന്റെയും രഘുവേട്ടന്റെ കാര്യത്തിൽ മാത്രമാ അച്ഛൻ ഓരോരോ തടസ്സങ്ങള്. അച്ഛൻ മനസ്സുകൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ പോലും ഓരോരോ കാരണങ്ങളാൽ അതങ്ങ് മുടങ്ങിപ്പോവും. മുത്തശ്ശിയും കുഞ്ഞമ്മയും തിരിച്ചു പോകുന്നതിന് മുമ്പ് അവര് പോയിന്ന് കാണണോ അച്ഛാ? ശരിയാ, ദേവികമ്മയ്ക്ക് സുഖമില്ലെന്നറിഞ്ഞിട്ടും ഒന്ന് പോയി കാണാൻ പറ്റിയിട്ടില്ല. മഞ്ചാടിയുടെ കാര്യങ്ങളൊക്കെ അവരറിഞ്ഞല്ലോ. സിംഗപ്പൂരിലേക്ക് മഞ്ചാടി ഇനി വരില്ലെന്ന് അമ്മാവൻ അവരെ നേരിട്ട് അറിയിക്കണ്ടേ? ആ വേണം. അവളെ അങ്ങോട്ട് കൊണ്ടുപോയി രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ തന്നെയാണല്ലോ അവരോടന്ന് പറഞ്ഞത്. നമുക്കെന്നാ ഇന്ന് തന്നെ അങ്ങോട്ട് പോയാലൊരുക്കൂ. പോവാം അമ്മാവ. ഇന്ന് അവരോടെ കാണുമെന്ന് ഞാനൊന്ന് വിളിച്ചോക്കട്ടെ. വിളിക്കാൻ വരട്ടെ രഘുവേട്ടാ. നിങ്ങൾ എന്തൊക്കെ കാര്യത്തിനാണ് തറവാട്ടി പോകുന്നതെന്ന് ആദ്യം ഒരു തീരുമാനം എടുക്കണം. ഞാൻ കുറെ കാലമായി ഇവിടെ കിടന്ന് വായിട്ട് അലയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇന്നെങ്കിലും അച്ഛൻ തറവാട്ടി പോയി ഷെയറിന്റെ കാര്യം സംസാരിക്കുമെന്നോ എനിക്കറിയണം. എന്റെ അമ്പിളി, അതിനും കൂടി വേണ്ടിയാ പോകുന്നത്. ഇനി നിന്നോടത് പ്രത്യേകം പറയണോ? പറയണോ അച്ഛാ? അച്ഛനും രഘുവേട്ടനും കൂടി അവിടെ പോയി മുത്തശ്ശിയുടെ സുഖവിവരം തിരക്കി മഞ്ചാടിയുടെ കാര്യവും സംസാരിച്ച് തിരിച്ചു വരും. എപ്പോഴും പറ്റുന്നത് അതാ. അമ്പിളി പറഞ്ഞ കാര്യം എല്ലാരും അങ്ങ് മറക്കും. ഇനി അത് പറ്റില്ലച്ചാ. ഇന്ന് തന്നെ തറവാട്ടി പോയി സംസാരിച്ച് ഞങ്ങളുടെ കാര്യത്തില് അച്ഛനൊരു തീരുമാനം ഉണ്ടാക്കി തന്നേ പറ്റൂ. അതെങ്ങനെയാടി? അവിടെ ചെന്ന് സംസാരിച്ച ഉടനെ അവർ നമ്മുടെ ഷെയറിങ് എഴുതരും. അതിന് കുറച്ചൊക്കെ ടൈം എടുക്കില്ല അമ്പിളി. അപ്പോ ഇനിയും കുറെ കാലം കൂടി അച്ഛന്റെ വാലും പിടിച്ച് നടക്കാനാണോ മരുമോന്റെ തീരുമാനം? ദേ അച്ഛ, ഇനി എന്റെ ഭർത്താവിന് ഇങ്ങനെ വിട്ടുതരാൻ എനിക്ക് പറ്റില്ല. ഒന്നുകിൽ അച്ഛൻ രഘുവേട്ടന് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള പണം ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഈ മനുഷ്യനെ എന്തെങ്കിലും ജോലിക്ക് പോകാൻ വിടണം. ഇപ്പൊ തൽക്കാലം രഘു എന്റെ കൂടെ വരട്ടെ. വേണമെങ്കിൽ നീയും കൂടി വാ. തറവാട്ടി പോയി നമുക്ക് എല്ലാവർക്കും കൂടി ഷെയറിന്റെ കാര്യം സംസാരിച്ചിട്ട് വരാം. ഇനിയിപ്പോ അതിലൊരു ധാരണ എത്തിയാ രഘുവിന് ആവശ്യമുള്ള പണം എത്രയെന്ന് വെച്ചാൽ ഞാൻ എവിടെന്നെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാം. അതുപോലെ. ആ, അത് മതി. എങ്കിൽ ഞാൻ പോയി റെഡി ആവട്ടെ. നമുക്കിപ്പൊ തന്നെ പോവാം. ആ, രഘു, അവളുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഇനിയും മുഖം തിരിക്കാൻ പറ്റില്ല. നീ പാർവതി വിളിച്ചിട്ട് നമ്മളെല്ലാരും അങ്ങോട്ട് വരുന്നുണ്ടെന്നൊന്ന് പറഞ്ഞേക്കണം. ശരി, ഇപ്പൊ തന്നെ വിളിച്ചോ.